ഷീബ ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾ ഒരു സാധാരണ ചെറിയൊരു കുടുംബം, ഭർത്താവും 2 മക്കളും. പിന്നെ ഭർത്താവും മത്സ്യത്തൊഴിലാളിയാണ്. പേപ്പർ പ്ലേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം മത്സ്യത്തൊഴിലാളിയുടെ വരുമാനം എന്ന് പറയുന്നത് ജീവിതം മാത്രം കഴിഞ്ഞു പോകുള്ളൂ, സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. നമ്മളെ സ്റ്റാഫിന്റെ കീഴിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അതിന് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ട്രെയിനിങ്ങിന് പോയപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ക്ലാസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഒരാളുടെ മുന്നിൽ നമ്മളിത് വിപണനം ചെയ്യാന്നുള്ളതും മാർക്കറ്റിംഗ് എങ്ങനെ പിടിക്കണം എന്നുള്ളതും പിന്നെ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളതും അവർ നമുക്ക് ട്രെയിനിങ്ങിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പിന്നെ സാഫിൽ എന്ന് വെച്ചാല് നമുക്ക് ഇതിന് ഈ സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഗ്രാൻഡോട് കൂടിയാണ് നമുക്ക് പൈസ തരുന്നത്. 80% ഗ്രാൻഡ് ഉണ്ട്. ആ 80% ഗ്രാൻഡ് ഉള്ളത് തന്നെ നമുക്ക് വലിയൊരു സപ്പോർട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവര് നമുക്ക് നമ്മളെ നല്ല പ്രവർത്തനം ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ടെക്നോളജി ഫണ്ട് തരുന്നുണ്ട്, റിവോൾവിംഗ് ഫണ്ട് തരുന്നുണ്ട്. ഇതൊക്കെ നല്ല പ്രവർത്തനം ചെയ്യണവർക്ക് മാത്രമേ ഉള്ളൂ. അല്ല ഇത് നമ്മള് ശ്രമിച്ചാൽ മാത്രം കിട്ടുള്ളൂ. നേരിടേണ്ടി വന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലേറ്റിന്റെ ബിസിനസ് തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കടകളിലേക്കാണ് സെയിൽ ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ കടകളിൽ കൊണ്ടുപോയി ചെല്ലുമ്പോൾ അവരതിനൊരു വിലയും കൽപ്പിക്കാറില്ല. പക്ഷെ എന്നാലും നമ്മൾ പൈസ കിട്ടിയിട്ടല്ല, നിങ്ങൾ വെച്ച് നോക്ക് എന്ന് പറഞ്ഞു കേട്ട് ഞങ്ങൾ വെച്ച് പോന്നിട്ടുണ്ട്. പക്ഷെ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങളെ പ്ലേറ്റ് നല്ല ഫിനിഷിംഗ് ഉള്ള പ്ലേറ്റ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ അവർ എടുത്തു തുടങ്ങി പ്ലേറ്റ് ഞങ്ങളെ കയ്യിൽ നിന്ന്. എൻ്റെ പേര് ശരത് ചിറയിൽ. ഞാനിവിടെ നിന്നാണ് പ്ലേറ്റ് എടുക്കുന്നത്. നല്ല ക്വാളിറ്റി പ്ലേറ്റ് തന്നെയാണ് എൻ്റെ ജോലി. ഇവിടെ നിന്ന് പ്ലേറ്റ് എടുത്ത് കടകളിൽ സെയിൽ ചെയ്യാനാണ് ജോലി. അത്യാവശ്യം നല്ല സെയിലും കാര്യങ്ങളും ഉണ്ട്. നല്ല ക്വാളിറ്റി പ്ലേറ്റ് അവിടെ തന്നെ. നമ്മളെന്ന് വെച്ചാൽ ഇത് തുടങ്ങിയിട്ട് നമുക്ക് ഈ സംരംഭം ഇത്രയും വിജയമാക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം പലരും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അത് വിജയിച്ചെടുക്കാൻ പറ്റാറില്ല. നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയ അഭിമാനമല്ലേ.